ഒന്ന്, മനുഷ്യന് പൈസ ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമാണ് അല്ലേ? പൈസ അട്ടിക്ക് വയ്ക്കുക, പൈസ സ്വരൂപിക്കുക, ഒരുപാട് കാശ് ഉണ്ടാവണം തോന്നുക. അള്ളാഹ് പറയുന്നു അംഫിഖ്, നീ ചെലവാക്കണം. എങ്ങനെ പറ്റുമോ? അള്ളാഹ് പറയുന്നു നീ ചെലവാക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, കുടുങ്ങിയവരെ സഹായിക്കണം, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നീ കൊടുക്കണം. എന്തിനു കൊടുക്കണം? അള്ളാഹിനെ വിചാരിച്ചു കൊടുക്കണം. അപ്പൊ കൊടുക്കണ്ടെന്നാ ശരീരം പറയാം. അള്ളാഹ് പറയാ കൊടുക്കണം. ശരീരത്തിന് വിശ്രമം ഇഷ്ടമാണ്, വിശ്രമിക്കൽ ഇഷ്ടമാണ്, ഉറക്കം ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹ് പറയുന്നു എണീറ്റ് നിസ്കരിക്കണം. അപ്പൊ ഉറക്കത്തിന്റെ സമയമാണ്, നീ എഴുന്നേൽക്കണം. പ്രയാസം ഉണ്ടാവും. ക്ഷമിക്കണം. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അല്ലാഹു സബൂറാണ് നബിയെ, അങ്ങും ക്ഷമിക്കണം. ഏതുപോലെ? കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. മുർസലീങ്ങളിലെ ഉലുൽ അസ്മുകളായ നബിമാർ, മനോധൈര്യമുണ്ടായിരുന്ന നബിമാർ. ആരാണത്? 950 കൊല്ലം ദഅവത്ത് ചെയ്ത നബിയുല്ലാഹി വറസൂലുഹു നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. 950 കൊല്ലം ദഅവത്ത് ചെയ്തിട്ട് ആകെ 80-85 ആളെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 950 കൊല്ലം ദഅവത്ത് ചെയ്തിട്ട് ആകെ വിരലെണ്ണാവുന്ന ആളുകളെ ആ സത്യം സ്വീകരിച്ചുള്ളൂ. അങ്ങനെയാണ്. എന്നും അധർമ്മത്തിന്റെ പക്ഷത്തെ ആളുകൾ കൂടുതലാണ്. മനുഷ്യന്റെ പ്രകൃതി വല്ലാത്തൊരു അത്ഭുതമാണ്. അള്ളാഹു മനുഷ്യനെ പടച്ചതൻ അങ്ങനെയാണ്. നമുക്ക് സ്വർഗം തരുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിന് സ്വർഗം തരാൻ മാത്രം എന്ത് ത്യാഗമാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരം അള്ളാഹു പടച്ചത് അള്ളാഹുവിന്റെ അഹ്കാമുകൾക്ക് എതിരായ ചിന്തകളില്ല. ഒന്ന്, മനുഷ്യന് പൈസ ഉണ്ടാക്കാൻ വലിയ ആഗ്രഹമാണ് അല്ലെ? പൈസ അട്ടിക്ക് വയ്ക്കുക, പൈസ സ്വരൂപിക്കുക, ഒരുപാട് കാശ് ഉണ്ടാവണം തോന്നുക. അള്ളാഹ് പറയുന്നു അംഫിഖ്, നീ ചെലവാക്കണം. എങ്ങനെ പറ്റുമോ? അള്ളാഹ് പറയും നീ ചെലവാക്കണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, കുടുങ്ങിയവരെ സഹായിക്കണം, ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നീ കൊടുക്കണം. എന്തിനു കൊടുക്കണം? അള്ളാഹിനെ വിചാരിച്ചു കൊടുക്കണം. അപ്പൊ കൊടുക്കണ്ടെന്നാ ശരീരം പറയാം. അള്ളാഹ് പറയാ കൊടുക്കണം. ശരീരത്തിന് വിശ്രമം ഇഷ്ടമാണ്, വിശ്രമിക്കൽ ഇഷ്ടമാണ്, ഉറക്കം ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹ് പറയുന്നു എണീറ്റ് നിസ്കരിക്കണം. അപ്പൊ ഉറക്കത്തിന്റെ സമയമാണ്, നീ എഴുന്നേൽക്കണം. പ്രയാസം ഉണ്ടാവും. ശരീരം പറയുന്നു തിന്മ ചെയ്യണം, വ്യഭിചരിക്കണം, കള്ളുടിക്കണം. അള്ളാഹ് പറയുന്നു നീ ചെയ്യരുത്. അള്ളാഹു നമ്മളെ പഠിച്ചത് അങ്ങനെ. ശരീരത്തിന് ഇഷ്ടമാണ് ഓരോരുത്തരെ പറ്റി എന്തെങ്കിലും വിളിച്ചു പറയാ, എഴുതിവിടുക, ഗീബത്തും നമീമത്തും പറയാ. അള്ളാഹ് പറയാ വലാ തജസ്സസു, ഒരു മനുഷ്യന്റെയും കുറ്റവും കുറവും നിങ്ങൾ നോക്കി നടക്കാൻ പാടില്ലേ. നിങ്ങളെ നോക്കിയാൽ മതി, അവരവരെ നോക്കിക്കോളൂ. പക്ഷെ നമുക്ക് ഇഷ്ടം എന്താ? ബാക്കിയുള്ളവരുടെ കുറ്റം കുറവും നോക്കാനായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടാവും. ഉസ്താൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, നിങ്ങൾക്കല്ല ആർക്കെങ്കിലും. പക്ഷെ നമ്മൾ ഓരോരുത്തർക്കും അവനവനെ നോക്കിയ പോരെ, എനിക്ക് കുഴപ്പമുണ്ടോ നോക്കിയ പോരെ. പക്ഷെ മനുഷ്യനെ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. ആ പടപ്പിൽ കിടക്കുന്ന ചില സ്വഭാവങ്ങളോട് ചെയ്യുന്ന മൽപിടുത്തമാണ് നമ്മൾ ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. പലതും അള്ളാഹു നിശ്ചയിച്ച പല നിയമങ്ങളും കടന്നുറങ്ങാൻ ക്ഷമുള്ളവനെ പറ്റുള്ളൂ. അന്നത്തെ നിസ്കാരം ഖളാ ആക്കാതിരിക്കാൻ നല്ല ക്ഷമുള്ളവനെ പറ്റുള്ളൂ. കൂടുള്ള ആളുകൾ കുപ്പി വാങ്ങിച്ചു വന്നിട്ട് കുടിച്ചോടോ ഒന്ന് നോക്കിക്കോ. രണ്ടാമത്തെ പകുതി ക്ഷമയാണ്. അസുഖം ക്ഷമിക്കൽ വലിയ ക്ഷമയൊന്നുമല്ല, അതൊന്നും വലിയ വിഷയമല്ല. അത് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഡോക്ടർമാർ പറഞ്ഞു കൊണ്ടുപോയിക്കോളൂ, ഇനി ഒന്നും ഇല്ലട്ടോ, മരുന്ന് വേദനിക്കാതിരിക്കാൻ വല്ല മരുന്നും കൊടുത്തോളൂ എന്ന് പറഞ്ഞു വിട്ടാൽ ആ രോഗിയുടെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷൻ ഇല്ല. ക്ഷമ അവിടെയല്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, അവന്റെ കയ്യിൽ കാശുണ്ട്, വണ്ടിയുണ്ട്, എന്ത് നബിയെ ഉലുൽ അസ്മുകളായ നബിമാര് ക്ഷമിച്ച പോലെ ക്ഷമിക്കണം. വലാ തസ്തഅജിൽ ലഹും, എന്താണ് അങ്ങയുടെ ശത്രുക്കൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ശിക്ഷ വരാത്തത് എന്ന് ധൃതി പിടിക്കട്ടെ നബിയെ. എന്താ അല്ലാഹു അവരെ ശിക്ഷിക്കാത്തത്? എന്താണ് പഠിച്ച തമ്പുരാൻ അവരെ പിടികൂടാത്തത് എന്ന് ധൃതി പിടിക്കരുതേ. വലാ തസ്തഅജിൽ അലൈഹിം, ശത്രുക്കളുടെ വിഷയത്തിൽ ധൃതി കാണിക്കേണ്ടതില്ല. കഅന്നഹും യൗമ യറൗന മാ യുഅദൂൻ, അല്ലാഹു അവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷകൾ ഇന്നതൊക്കെ ഉണ്ട് എന്ന് അല്ലാഹു പറയുന്ന അല്ലാഹുവിന്റെ കരാർ അത് സംഭവിക്കുന്നത് പോലെ അവർ കാണുന്നു. ഇല്ലാ സഅതൻ മിൻ നഹാർ, അന്ന് അവർക്ക് തോന്നും ദുനിയാവിൽ 60 കൊല്ലം നിന്നതൊക്കെ ഒരു പകല് നിന്ന് അത്രയല്ലേ തോന്നുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഒരു പകല് നിന്ന് അത്രേ, രാത്രിയും കൂടി ആയിട്ടില്ല, ഒരൊറ്റ പകൽ. ഒരു പകല് മുഴുവൻ നല്ല പറഞ്ഞത്, പകലിലെ 1 മണിക്കൂർ പോലെയൊക്കെ നിന്നിട്ടുള്ളൂ ദുനിയാവിൽ. ആ നേരത്ത് ഞാൻ എന്തിനീ കുറ്റക്കേട് ചെയ്തു, ആ നേരത്ത് ഞാൻ എന്തിനെങ്കിലൊക്കെ ഡയലോഗ് അടിച്ചു, ആ നേരത്ത് ഞാൻ എന്തിനെങ്കിലൊക്കെ ഇത്രയും പ്രസാദം ചെയ്തു, വേണ്ടില്ലായിരുന്നു അവർക്ക്
ഇതൊക്കെ ഞാൻ പറയുന്ന ശിക്ഷകൾ അവരുടെ കൺമുമ്പിലേക്ക് വരുന്നൊരു ദിവസമുണ്ട്. അപ്പൊ ഒരു ബാക്കിലേക്ക് നോക്കും, ഇനിയൊരു ശിക്ഷയില്ലാതെ കാലാകാലം കഴിയുന്ന ലോകത്തേക്കാണ് ഞാൻ പോകുന്നത്. വേണ്ടിയിരുന്നോ ഒരു പകലിലെ ഏതാനും ഒരു മണിക്കൂറോ മറ്റോ ചെലവഴിച്ച പോലെ എന്റെ ജീവിതം എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം അത് അവസാനിച്ച ജീവിതമാണ്. ഇനി എനിക്ക് തുടങ്ങുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ജീവിതമാണ്. ഈ അനന്തമായ ഒരു ജീവിതത്തിന് വേണ്ടി ആ ഒരു കുറഞ്ഞ ഒരു മണിക്കൂർ നേരം ഞാൻ എന്തിനിങ്ങനെ മനുഷ്യന്മാരെ ഉറപ്പിക്കുന്ന വാക്കുകൾ ഞാൻ എന്തിനു പറഞ്ഞു? എന്തിന് ഞാൻ ആളുകളെ വേദനിപ്പിച്ചു? എന്തിന് ഞാൻ ആളുകളെ ദേഹത്തടിച്ചു? എന്തുകൊണ്ട് ആളുകൾക്ക് ഞാൻ വേദന കൊടുത്തു? വേണ്ടില്ലായിരുന്നു. നബി അവർക്കെന്ന് ബോധ്യപ്പെടും. ഇതൊക്കെ എത്തിച്ചു കൊടുത്താൽ മതി നബി. ഓരോരുത്തരും കൈ പിടിച്ചു കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ട് കഴിയില്ല. പറഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. എന്നാലും കേൾക്കാത്തവർ കൈപിടിച്ചു കൊണ്ടുവന്നാലും അവർ പോരണമെന്നില്ല. പക്ഷേ അങ്ങയുടെ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് നബി. ഇതല്ലാഹു നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നീ വേണ്ടത് ശരിയാണ്. അങ്ങനെയല്ലേ? ദുബൈക്ക് പോകുമ്പോൾ ടെസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ആ അറിയിപ്പേ വരുള്ളൂ. എന്നല്ലാതെ കൈപിടിച്ച് ദുബൈക്ക് പോകല്ല, ടെസ്റ്റ് എടുത്ത് പോയിക്കോ, അങ്ങനെ ആരും പിന്നാലെ വരില്ല. നീമായിട്ട് പോയിട്ട് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം ഗ്രീൻ പാസ് ഉണ്ടോ, അല്ലേ? പല അറിയിപ്പേ കിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്യണം. അള്ളാഹുവിന്റെ വിഷയം അങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞുതരും, ബാക്കി നിങ്ങൾ ബോധിച്ച് ചെയ്യണം. തിന്മകളെ വായിക്കൊണ്ടിരുന്ന ആളുകളെ അല്ലാതെ ആരെയാണ് അള്ളാഹു നശിപ്പിക്കേണ്ടത്? വല്ലാത്തൊരു ചോദ്യമാണ്. തിന്മകളെ വാരിക്കൊണ്ടിരുന്നവർ തിന്മയാണെന്നറിയാം, എന്നാൽ അതിൻ്റെ ആൾക്കാരായിട്ട് ഒരു സംഘമായിട്ട് നടക്കുക.